കർഷകൻ വിതയ്ക്കാൻ ഇറങ്ങിയപ്പോൾ ആ കർഷകനെ കുറിച്ച് പലപ്പോഴും നമുക്ക് ചിന്തിക്കാം, ഒരു മണ്ടനായ കർഷകനാണെന്ന്. കാരണം അവന് നല്ല നിലത്ത് മാത്രം വിതച്ചാൽ പോരെ എന്ന് ആ വചനം വായിക്കുമ്പോൾ തോന്നാം. എന്നാൽ പാറപ്പുറത്ത് വീഴുന്നു, വഴിയരികിൽ വീഴുന്നു, മുളിച്ചെടികൾക്കിടയിൽ വീഴുന്നു, അതുപോലെ നല്ല നിലത്തും വീഴുന്നു. ദൈവം ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, എല്ലായിടത്തും വചനം വിളമ്പുക എന്നുള്ളത്. എല്ലാവർക്കും വചനം കൊടുക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരാളെയും മാറ്റി നിർത്തുന്നില്ല. രക്ഷപ്പെടുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും മനസ്സ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം വചനം തരും, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വചനം തരുന്നു. പക്ഷേ എടുക്കുന്നവരുടെ മനസ്സെങ്ങനെയാണെന്ന് അത് ഓരോരുത്തരുടെയും മനസ്സ് പോലെ ഇരിക്കും. മനസ്സ് ശുഷ്കമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സ് അടച്ചു പിടിച്ചുകൊണ്ടാണ് ഈ വചനവേദിയിൽ നിൽക്കുന്നതെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഭാഗത്ത് നമ്മൾ ഓരോരുത്തരുമായിരിക്കും. അതുകൊണ്ട് ഈ കർഷകൻ മണ്ടനായതുകൊണ്ടല്ല, കർഷകന്റെ ചിന്ത ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും കിട്ടുക. അവനെ പിശുക്കില്ല, എല്ലാവർക്കും കിട്ടണം ഈ സാധനം, ഈ വചനം എല്ലാവരിലും എത്തണം. അതാണ് പാറപ്പുറത്തും അതുപോലെ മുൾച്ചെടികൾക്കിടയിലും വഴിയരികിലും ഒക്കെ നല്ല നിലത്ത് മാത്രമല്ല കർത്താവ് വചനം അറിയുന്നത്. രക്ഷപ്പെടാൻ ആർക്കും ഒരു അവസരമൊരുക്കി കൊടുക്കുക, നമുക്കൊക്കെ രക്ഷപ്പെടാൻ അവസരമൊരുക്കി തരിക. നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വചനം എടുക്കുന്നത്? എനിക്ക് ദൈവത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൈ നൽകിയിട്ട് ഞാൻ ആ കൈ സ്വീകരിക്കുന്നുണ്ടോ? നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം.